ಅಗಲಿದ ಮಾಜಿ ಪ್ರಧಾನಿ ದಿವಂಗತ ಶ್ರೀ ಮನಮೋಹನ್ ಸಿಂಗ್ರಿಗೆ ವರ್ಕಾಡಿ ಮಂಡಲ ಕಾಂಗ್ರೆಸ್ ಸಮಿತಿ ಆಶ್ರಯದಲ್ಲಿ ಮಜಿರ್ಪಳ್ಳದಲ್ಲಿ ಆಯೋಜಿಸಲಾದ ಸಾರ್ವಜನಿಕ ಸಂತಾಪ ಸೂಚಕ ಸಭೆಯಲ್ಲಿ ವಿವಿಧ ರಾಜಕೀಯ ಪಕ್ಷಗಳ ನಾಯಕರು ಭಾಗವಹಿಸಿ ನುಡಿನಮನ ಸಲ್ಲಿಸಿದರು. ಮಾಜಿ ಪ್ರಧಾನಿ ದಿವಂಗತ ಶ್ರೀ ಮನಮೋಹನ್ ಸಿಂಗ್ ಮಿತಭಾಷಿ ರಾಜಕಾರಣಿ, ದೃಢ ಸಂಕಲ್ಪದ ಆಡಳಿತಗಾರ ಹಾಗೂ ಮಹಾಮೇಧಾವಿ, ಆರ್ಥಿಕ ತಜ್ಞ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಎಂದೆಂದಿಗೂ ಪ್ರಾತಃ ಸ್ಮರಣೀಯರಾಗಿದ್ದು, ಅವರ ಉಲ್ಲೇಖವಿಲ್ಲದ ಆಧುನಿಕ ಭಾರತದ ಇತಿಹಾಸ ಅಪೂರ್ಣ ಅನಿಸಲಿದೆ ಎಂದು ವರ್ಕಾಡಿಯಲ್ಲಿ ನಡೆದ ಸಾರ್ವಜನಿಕ ಸಂತಾಪ ಸೂಚಕ ಸಭೆಯಲ್ಲಿ ಭಾಷಣಕಾರರು ಅಭಿಪ್ರಾಯಪಟ್ಟಿದ್ದಾರೆ. ರಾತ್ರಿಯಾಗಿದೆ ಅವರ ನಿಧನದ ವಾರ್ತೆ ತಲುಪುವುದು. ವಿಷಯವನ್ನು ಅರಿತ ಕೂಡಲೇ ಅದೆಷ್ಟೋ ಮಂದಿ ರಾಜಕೀಯ ಇದ್ದವರು ಇಲ್ಲದವರು ಕೂಡ ಅವರ ಬಗ್ಗೆ ಹೇಳಿ ಕಣ್ಣೀರು ಸುರಿಸಿದಂತಹ ಹಲವಾರು ಮಂದಿ ನಮಗೆ ಸಾಕ್ಷಿಗಳಾಗಿದ್ದಾರೆ. ಆದ್ದರಿಂದ ಈ ನಷ್ಟವನ್ನು ಭರಿಸಲಿಕ್ಕೆ ಇಂಡಿಯನ್ ನ್ಯಾಷನಲ್ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷಕ್ಕೂ ಭಾರತ ದೇಶಕ್ಕೂ ಸಾಧ್ಯವಾಗಲಿ ಅಂತ ಮಾತ್ರ ಹೇಳಿಕೊಂಡು ಈಗಾಗಲೇ ಇಂಡಿಯನ್ ನ್ಯಾಷನಲ್ ಕಾಂಗ್ರೆಸ್ ವರ್ಕಾಡಿ ಮಂಡಲ ಸಮಿತಿ ಸಂತಾಪ ಸೂಚಕ സഭಯಲ್ಲಿ IUML വർക്കാടി പഞ്ചായത്ത് സമിതിയ പരವಾಗಿ ഒരുപാട് ജനകീയ പദ്ധതികൾ നമുക്ക് നേടിത്തന്ന മഹാനായിരുന്നു. തന്റെ മോനിൽ ഒരു ഭാഗം മൗനിയായിരുന്ന അദ്ദേഹം മൗനി ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ വിരോധികളൊക്കെ മൗനി ബാബ എന്ന് പേര് വിളിച്ച് കളിയാക്കിയിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം 100 ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയാണെങ്കിൽ പറയുന്നെങ്കിൽ ആ മറുപടി മുത്തായിരുന്നു, മാണിക്യമായിരുന്നു. അങ്ങനെയുള്ള വാക്കായിരുന്നു. പ്രാസികുമാർ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലും ഒരുപാട് ബറാക് ഒബാമനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഒറ്റ സമ്മേളനത്തിന് 1 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന് കിട്ടുമോ എന്ന് ലൈൻ നിൽക്കുകയായിരുന്നു. കാരണം ആർത്ഥിക സാമ്പത്തിക രംഗം കൊണ്ട് സാമ്പത്തിക തജ്ജനായിരുന്നു. എക്കണോമിക്സ് കൊണ്ട് സാമ്പത്തിക രംഗത്തിൽ അതിവിപുലമായി നമ്മുടെ ഇന്ത്യ ഒരുപാട് കീഴ്ബോർഡിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ സന്ദർഭത്തിൽ 2004 മുതൽ 2014 വരെ തന്റെ ഭരണാധികാരകാലത്ത് ഇന്ത്യയെ 8ാം സ്ഥാനത്തേക്ക് നയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത്രത്തോളം അദ്ദേഹത്തിന്റെ ബുദ്ധിമാനായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. 2004 ഇന്ത്യയുടെ ആദ്യമായി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം രാഷ്ട്രീയ തൊഴിലുറപ്പ് മേഖല അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെയുള്ള പദ്ധതികൾ പാവങ്ങൾക്കായി അദ്ദേഹം നമുക്ക് നേടിത്തന്നു. 72,000 കോടി രൂപയാണ് നമുക്ക് അദ്ദേഹം തന്റെ ലോൺ മുഖേനയുള്ള എല്ലാ പാവങ്ങൾക്കും ആ ലോൺ പദ്ധതിയെ ഇല്ലായ്മ ചെയ്തത്. 72,000 കോടി. നമ്മുടെ ഇന്ത്യ ഏറ്റവും സാമ്പത്തികം കൊണ്ട് പ്രതിസന്ധി നേരിടുന്ന ആ ഒരു സന്ദർഭത്തിലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, രാഷ്ട്രീയ രംഗത്ത് സാമ്പത്തിക നഷ്ടം ഒരുപാട് വരുത്തിയ ആ സമയത്ത് 72,000 കോടി രൂപ ഈ ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കളഞ്ഞുവെങ്കിൽ എത്ര മനോഹരമായ ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതിനെ നാം ഊഹിക്കാം. മാത്രമല്ല 1991 മുതൽ 2014 വരെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെയുള്ള നേട്ടങ്ങൾ അദ്ദേഹം കാണിച്ചു തന്നു. 92 വർഷം മാത്രം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ഈ 92 വർഷം ജീവിക്കുമ്പോൾ 33 വർഷം നമ്മളുടെ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേരിലായിരുന്നു അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് നൽകപ്പെട്ടത്. ಮಂಡಲ ಕಾಂಗ್ರೆಸ್ ಅಧ್ಯಕ್ಷ ಶ್ರೀ ಪುರುಷೋತ್ತಮ್ ಅರಿಬೈಲ್ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಕಾಂಗ್ರೆಸ್ ಅಧ್ಯಕ್ಷ ಶ್ರೀ ಮೊಹಮ್ಮದ್ DMK, ಮುಸ್ಲಿಂ ಲೀಗ್ ನಾಯಕರಾದ ಶ್ರೀ PB ಅಬುಬಕ್ಕರ್, CPM ನಾಯಕರಾದ ಶ್ರೀ ಮೋಹನ್ ಮಾಸ್ಟರ್ K, ಚಂದ್ರಹಾಸ ಶೆಟ್ಟಿ ಮಾಸ್ಟರ್ ಸೇರಿದಂತೆ ಹಲವಾರು ಮಂದಿ ಪಾಲ್ಗೊಂಡರು. ರೆಹಮಾನುದ್ಯಾವರ V4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ.